അപ്പോൾ അമ്മയുടെ ദശാകാലം, ഓരോ ദശയിലെയും ഓരോ അപഹാരകാലത്തും ഉണ്ടായിരിക്കുന്ന കുട്ടികൾക്ക് ആ സ്വഭാവം വരാം. അക്കാലയളവിൽ അമ്മ ചിന്തിച്ചിരുന്നത് എന്ത്, അച്ഛൻ ചിന്തിച്ചിരുന്നത് എന്ത്, ഗർഭാധാനം സമയത്ത് എന്ന് വെച്ചാൽ സ്ത്രീ പുരുഷ ബന്ധം നടക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ആത്മശക്തി പിതാവിൽ നിന്നും മനസ്സിൻ്റെ ശക്തി അമ്മയിൽ നിന്നുമായിരിക്കും എന്നൊക്കെ പറയും. കുട്ടിയുടെ സംസ്കാരത്തിന് ഇത് സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ ബോധവികാസം. അപ്പോൾ റീപ്രൊഡക്റ്റീവ് സെക്സിനാണ് അവിടെ ചിന്തയെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഭർത്താവിൽ സമ്പൂർണ്ണമായ സമർപ്പണത്തോടു കൂടി ആ സ്ത്രീ ഇരിക്കുക, അങ്ങനെയുള്ള സമയത്തുണ്ടാകുന്ന ലൈംഗികത്തിലാണെങ്കിൽ ആ കുട്ടിയിൽ ആ ഒരു പക്വത ഉറപ്പായിട്ടും വരും. വലിയ കലാകാരനാണ്, അല്ലെങ്കിൽ വലിയ സയൻറ്റിസ്റ്റാണ്, ശാസ്ത്രജ്ഞനാണ് ഒക്കെ ആണെങ്കിലും അതിൻ്റെ തൊട്ട് പുറകിന് അതിനോടൊപ്പം തന്നെ മികവിൽ അത്രയും ആഴത്തിൽ തന്നെ മറ്റൊരുപാട് ദുസ്വഭാവങ്ങളും അവർക്ക് കാണാം. അങ്ങനെ വരാറുണ്ട്. കാരണം അത് അമ്മയുടെ മനോഘടന ആ കാലയളവിലെ കുട്ടിയിലേക്ക് വന്നിരിക്കുക. ആ ഒരു സ്വഭാവ ശൈലി നമുക്ക് കാണാം. അങ്ങനെ ആ അമ്മയുടെ, കാരണം ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മക്കൾക്ക് വന്നിരിക്കുന്ന വ്യത്യാസം, ആ അമ്മയുടെ മനോഘടന, അമ്മയുടെ ദശാകാലങ്ങൾ. അമ്മയ്ക്ക് ശനിദശയിൽ ഉണ്ടാകുന്ന മകൻ, ശനിദശയിൽ ചന്ദ്രൻ്റെ അപഹാരത്തിൽ വന്ന മകൻ, അങ്ങനെ ജ്യോതിഷം അത്രയും രസകരമായി കിടക്കുക. വീണ്ടും വീണ്ടും ഗവേഷണം നടത്തിപ്പോവാൻ എന്ത് രസമാണ് ബുദ്ധിക്ക്. ഒരു ബൗദ്ധിക സബ്ജക്റ്റാണത്. ഇപ്പം വേദാന്തം ബോധത്തിൻ്റെ തലമാണെങ്കിൽ ഇത് ബുദ്ധിയുടെ തന്നെയാണ്. പിന്നെ ബോധവും ബുദ്ധിയും തമ്മിൽ ഇണക്കുന്ന സബ്ജക്റ്റാണ്. അതിനെ പരാവിദ്യയും അപരാവിദ്യയും കൂടി ലിങ്ക് ചെയ്യുന്ന ഒരു വിഷയമാണ് ജ്യോതിഷം എന്ന് പറയും. അതാണ് ജ്യോതിഷത്തിന് ആത്മവിദ്യയിലേക്കുള്ള ഒരു വഴി തുറക്കുക. പക്ഷേ ആത്മവിദ്യയല്ല ജ്യോതിഷം, അത് മറ്റൊന്ന് തന്നെ. ദാർശനിക തലം മറ്റൊന്ന്, അതിലേക്കുള്ള ഒരു വഴി തുറക്കും. അത് നമുക്ക് വേറെ പറയാം. അതിനെക്കുറിച്ച് കുറേ വിശദമായി പറയാനുണ്ട്, ആ ഏരിയ എന്താണെന്ന്, ജ്യോതിഷം എവിടെ വരെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ആത്മശക്തി പിതാവിൽ നിന്നും മനസ്സിൻ്റെ ശക്തി അമ്മയിൽ നിന്നുമായിരിക്കും എന്നൊക്കെ പറയും. മനസ്സിൻ്റെ ശക്തി അമ്മയിൽ നിന്നും, ആത്മാവിൻ്റെ ശക്തി ഇപ്പം സോളുമായി ബന്ധപ്പെടുന്ന, ആത്മാവുമായി ബന്ധപ്പെടുന്നതെല്ലാം പിതൃകാരകനാകുന്ന ആദിത്യനെയും അതിനോടൊപ്പം അതിന് കൂടുതൽ പ്രാബല്യം കൊടുക്കുന്ന ശനിയെയും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് പറയണം. അങ്ങനെ വരും. ഇതെല്ലാം കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലേക്കുള്ള ഒരു പോക്കാണ് നടക്കുന്നത്. ഈ ഓരോ ദശ, ഏത് ദശയിലാണ് എനിക്ക് ഏത് മകൻ ഉണ്ടായതെന്നുള്ളത് നോക്കുമ്പോഴാണ് അവിടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൂടുതൽ സൂക്ഷ്മമായി അറിയുന്നത്. സ്കിൻ ഡിസീസ് വരുന്നത്, ചില പിള്ളേർക്ക് കുട്ടിക്കാലത്തെ അസുഖങ്ങളാണ്. ഓട്ടിസം, നിങ്ങളിപ്പോൾ ഓട്ടിസം പിടിച്ച കുട്ടികളെ നമ്മൾ അവരുടെ കുട്ടികളുടെ ഗ്രഹനില നോക്കുമ്പോൾ എന്താണ് കാരണമെന്ന് കണ്ടെത്തിയപ്പോൾ ഞാൻ കണ്ടത് അതിനകത്ത് ഒത്തിരി രസകരമായ സംഭവങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ പിന്നെ പോകാം. അപ്പോൾ ഞാൻ പോയി വേറെ വഴികളിലേക്ക് ഇങ്ങനെ ചിന്ന ഭിന്നമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയം മാറിപ്പോകും. നമ്മൾ ഈ മനസ്സിനെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. അപ്പോൾ അമ്മയുടെ ദശാകാലം, ഓരോ ദശയിലെയും ഓരോ അപഹാരകാലത്തും ഉണ്ടായിരിക്കുന്ന കുട്ടികൾക്ക് ആ സ്വഭാവം വരാം. അക്കാലയളവിൽ അമ്മ ചിന്തിച്ചിരുന്നത് എന്ത്, അച്ഛൻ ചിന്തിച്ചിരുന്നത് എന്ത്, ഗർഭാധാനം സമയത്ത് എന്ന് വെച്ചാൽ സ്ത്രീ പുരുഷ ബന്ധം നടക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ചിന്തനീയമാണ്. പിന്നെ വിവാഹത്തിന് ശേഷം ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ തന്നെ സ്ത്രീ ഗർഭിണിയായിട്ട്, എന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന ബന്ധം ഉണ്ടായിട്ടുണ്ട്, ആ ബന്ധത്തിൽ തന്നെയാണ് കുട്ടികൾ ഉണ്ടാകുന്നതെങ്കിൽ ആ സ്വഭാവത്തിലൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് രഹസ്യസന്തതികൾ ലോകം ഭരിക്കും എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. രഹസ്യസന്തതികൾ രഹസ്യമായിട്ടുണ്ടായി. പിന്നെ ഓരോ കഥകളാണല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ അറിയപ്പെട്ടവരായിട്ടൊക്കെ പലരും അങ്ങനെ എത്തിയിട്ടുണ്ട്, അല്ലാത്തവരും ഉണ്ട്. എങ്കിലും കാരണം പ്രണയിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലേ അവർ തമ്മിൽ കണ്ടുള്ളൂ, പിന്നെ കാണാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. ചില സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ പലതരത്തിലുള്ളത് സാർ പറഞ്ഞു. ഇപ്പം വിവാഹം കഴിഞ്ഞ 7 ദിവസം, പിന്നെ അതല്ലാതെ ഇങ്ങനെയുള്ളത്. അപ്പം ഇതിൽ ഏതാണ് ഏറ്റവും ഉത്തമം എന്ന് തോന്നിയിട്ടുള്ളത്? അങ്ങനെയല്ല, അതിന് ഈ സേകമുഹൂർത്തം, ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റിയ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. ആ മുഹൂർത്തം നോക്കിയിട്ടുള്ള കുട്ടികൾ വളരെ ശ്രേഷ്ഠമായിട്ടൊക്കെ വരാറുണ്ട്. നമ്മൾ അത്രയും ഗണിച്ച് ഇന്നാരും അങ്ങനെ നോക്കാൻ വരാറില്ല. ശരിക്കും അങ്ങനെ നോക്കണം എന്നാണോ സാറിൻ്റെ അഭിപ്രായം? നോക്കുന്നത് നന്നായിരിക്കും. ഇതിനൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നോക്കുന്നത് എന്തുകൊണ്ട് നന്നായി കൂടുന്നുണ്ടോ?
കാരണം മനസ്സെല്ലാം കൂടി സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ആസക്തി വർദ്ധിച്ചിട്ടുള്ള ലൈംഗിക ബന്ധത്തിലുള്ള കുട്ടിയാണോ, അതല്ലാതെ ഭഗവാന് ഏറ്റവും ശ്രേഷ്ഠമായ കുട്ടി ഉണ്ടാകണമെന്നുള്ള സങ്കല്പത്തോടു കൂടിയുള്ള ബന്ധമാണോ? ഇതൊക്കെ വരും. ഈ വാർദ്ധക്യത്തിലെത്തിയതിന് ശേഷം, അല്ലെങ്കിൽ ഒത്തിരി അവസാനമൊക്കെ ഒത്തിരി വാർദ്ധക്യം എന്നല്ല, ഒത്തിരി കുട്ടികളൊക്കെ അതിന് ശേഷം പിന്നീട് വരുമ്പോൾ ഈ ലൈംഗിക ബന്ധത്തിലുള്ള വലിയ മോഹമൊന്നുമില്ലല്ലോ, മനസ്സിലില്ല. അപ്പോഴങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഇനി ഒരു നല്ല കുട്ടിയും കൂടെ ജനിക്കണം എന്നാണ് അവർക്ക് സങ്കല്പമെങ്കിൽ അവിടെ പ്ലഷർ സെക്സിന് പ്രാധാന്യമില്ല, റീപ്രൊഡക്റ്റീവ് സെക്സ് ആണ്. കാരണം ഭർത്താവിൽ ഭാര്യ 100% സമർപ്പിതയാണ്. അവർ തമ്മിൽ ഒരു ആത്മീയ ലൈംഗിക ബന്ധമാണ് അവിടെ നടക്കുന്നത്. ഏറ്റവും ഇഷ്ടമുള്ള അത് ഒരു നമ്മൾ ബാഹ്യതലത്തിലെ ഇഷ്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകും സ്ത്രീ പുരുഷന്മാർ. അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടറിയാം. നമ്മൾ ഈ നാടോടികളുമൊക്കെ ട്രെയിനിലൊക്കെ ഇരുന്ന് പരസ്പരം സ്നേഹത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ, കാരണം ബോധം കൂടുതൽ വികസിക്കുന്നവരവർക്കാണ് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ ബുദ്ധി വികസിച്ചവരാണ്. അപ്പോൾ അങ്ങനെ കുട്ടിയുടെ സംസ്കാരത്തിന് ഇത് സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ ബോധവികാസം. അപ്പോൾ റീപ്രൊഡക്റ്റീവ് സെക്സിനാണ് അവിടെ ചിന്തയെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഭർത്താവിൽ സമ്പൂർണ്ണമായ സമർപ്പണത്തോടു കൂടി ആ സ്ത്രീ ഇരിക്കുക, അങ്ങനെയുള്ള സമയത്തുണ്ടാകുന്ന ലൈംഗിക ബന്ധത്തിലാണെങ്കിൽ ആ കുട്ടിയിൽ ആ ഒരു പക്വത ഉറപ്പായിട്ടും വരും. അപ്പോൾ അമ്മ തന്നെ 5 മക്കളെ പ്രസവിച്ചെങ്കിൽ 5 രീതിയിൽ വരുന്നെങ്കിൽ ആ സമയത്ത് അമ്മ അനുഭവിച്ചിരുന്ന മാനസിക വ്യഥ, ആ സമയത്ത് അമ്മ അനുഭവിച്ചിരുന്ന പല പല കാര്യങ്ങൾ, ഒരു പക്ഷേ ആ സമയത്തെ അപക്വമായ ചിന്താധാര ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം കൂടി വരും. അതുകൊണ്ടാണ് വ്രതം നോക്കിയിട്ടുമൊക്കെ സ്ത്രീ പുരുഷ ബന്ധം നടത്തി നല്ല കുട്ടികളെ സൃഷ്ടിക്കാൻ ശ്രമിക്കാവൂ എന്ന് പറയുന്നത്. വ്രതം എന്ന് പറഞ്ഞാൽ പട്ടിണി ഇരിക്കാന്നല്ല പറഞ്ഞു, വളരെയേറെ ശുദ്ധതയോടുകൂടി ചിന്തിച്ച് ഈശ്വര എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ കുട്ടി ഉണ്ടാവണം. ഇപ്പോൾ ചിന്തിക്കുന്നത് ഭൂരിപക്ഷവും എനിക്കും എൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ എനിക്കും എൻ്റെ ഭർത്താവിനും കൂടുതൽ പണം ഉണ്ടാക്കുന്നതും ധനം ഉണ്ടാക്കുന്നതും ആഡംബരം ഉണ്ടാക്കുന്നതും അറിയപ്പെടുന്ന ജോലിയുള്ളതും ഒക്കെ ആയിരിക്കുന്ന കുട്ടി വേണമെന്നൊക്കെ വേണ്ടി വന്നാൽ സങ്കല്പിക്കത്തുള്ളൂ. ചിലർക്ക് അതുപോലും ഇല്ല, അറിയാതെ ഉണ്ടാകുന്ന കുട്ടികളാണ് ഭൂരിപക്ഷവും. അറിഞ്ഞുണ്ടാകുന്ന കുട്ടികളിൽ അവർ മോഹിക്കുന്ന ഇതായിരിക്കും. ലോകത്തിന്, എനിക്ക് മാത്രമല്ല, ഈ കുടുംബത്തിന് മാത്രമല്ല, ഈ രാജ്യത്തിന് മാത്രമല്ല, ഈ ലോകത്തിന് മുഴുവൻ നന്മ ചെയ്യുന്നവനായ ഒരു മകൻ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഒരു മകൾ ഉണ്ടാവട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നവർ കുറവാണ്. അങ്ങനെ ഒരു വിഷയമുണ്ട് അവിടെ. താങ്ക് യു സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.